ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ. Super Bumper co-powered by Parle Hide and Seek Choco Chip Cookies. സൂരജ് പാലക്കാടാണ്. സി കേരളം സൂപ്പർ ബമ്പറിന്റെ ഷൂട്ട് നടക്കുന്ന ഇന്ന് തലശ്ശേരി മുഴുപ്പിലങ്ങാട് ബീച്ചിലാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ അതീവ രസകരം തന്നെയാണ്. ഏഷ്യയിലെ നമ്പർ 1 ഡ്രൈവിംഗ് ബീച്ചുകളിൽ ഒന്നാണ് ഈ മുഴുപ്പിലങ്ങാട് ബീച്ച് കേട്ടോ. ഇവിടെയാണ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊക്കെ റെഡിയല്ലേ? അല്ലെങ്കിൽ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് തലശ്ശേരി മുഴുപ്പിലങ്ങാട് ബീച്ചിലാണ്. ബീച്ചിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ബീച്ചിൽ വന്നിരിക്കുന്ന ഒരു സമീപ പ്രദേശങ്ങളിലുള്ളവരെല്ലാം ഇവിടെ തകർപ്പ് തരിപ്പണമാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? പേരെന്താണ്? എന്റെ പേര് സുധീഷ്. സുധീഷ് എവിടെയാണ് വീട്? എവിടെയാണ്? എന്റെ വീട് മുഴപ്പിലങ്ങാട് കടവിലാണ്. ഓക്കെ, ഇന്ന് ജോലി ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. പോയിട്ട് വന്നാണല്ലേ? അപ്പൊ സന്തോഷം. നമ്മുടെ ബീച്ചിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? അടിപൊളി ബീച്ചല്ലേ? അടിപൊളി ബീച്ചാണ്. ഇത് കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായിട്ടും വരണം. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മുഴപ്പിലങ്ങാട് ബീച്ച്, ഡ്രൈവിംഗ് ബീച്ചാണ് മുഴപ്പിലങ്ങാട് ബീച്ച്. ഒന്ന് കൈയടിച്ചേ. ഓക്കെ, സന്തോഷം. സി കേരളം സൂപ്പർ ബമ്പറാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ ബമ്പറിൽ കളിക്കാൻ വന്നവർ ആരൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? നമ്മൾ 5 കണ്ടസ്റ്റന്റിനാണ് ഇവിടെ നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് 5 പേരെ ക്ഷണിക്കാം. റെഡിയല്ലേ? റെഡിയാണോ? ഓക്കെ, അപ്പം സി കേരളം സൂപ്പർ ബമ്പറിൽ ആര് നേടും, ആര് നേടില്ല, ആരകത്ത് വരും, ആര് വെളിയിൽ പോകും നമുക്കറിയില്ല. നമുക്ക് സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിൽ 5 കണ്ടസ്റ്റന്റിനെ. ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ അഞ്ച് പുലിക്കുട്ടികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ആദ്യത്തെ പേരെന്താണ്? ജംഷീർ. നല്ലൊരു കയ്യടി ജംഷീറിന്. ജംഷീർ എന്ത് ചെയ്യുന്നു? ഇലക്ട്രീഷ്യൻ. എവിടെയാണ് വീട്? എവിടെയാണ്? ഇല്ലിക്കുന്ന്. ഇന്ന് ജോലി ഉണ്ടായിരുന്നോ? ഇല്ല. ഇന്ന് വെറുതെ ഇറങ്ങിയതാണോ ഇങ്ങോട്ട്? നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും വരുമോ? അതെ. ഫ്രണ്ട്സ് കൂടിയാണോ അതോ ഫാമിലി ആയിട്ടാണോ? ഫ്രണ്ട്സ്. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ അവിടെ? ജംഷീറിന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്ന് കൂയിക്കേ. അപ്പൊ പഞ്ചുണ്ട്. ഏതായാലും സന്തോഷം. അടുത്തയാള് എന്താണ് പേര്? ജുനൈദ്. എന്ത് ചെയ്യുന്നു ജുനൈദ്? ഞാനിപ്പം പഠിപ്പ് കഴിഞ്ഞിട്ട് നിൽക്കാണ്. എന്താണ് പഠിച്ചു കഴിഞ്ഞത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോ മീശ വരുവോ? എന്തോ കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷെ നമ്മുടെ മീശ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം നമ്മൾ ഇവിടെ എത്തിച്ചു ചേർത്തിട്ടുണ്ട്. അടുത്തയാളുടെ പേര് ഷഫീന. എവിടെ വീട്? കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്ന് ഇവിടെ വന്നത്? എന്റെ റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ. ബീച്ചിൽ വന്നതാണല്ലേ? സൺഡേ തകർക്കാൻ വേണ്ടി വന്നതാണ്. ഫാമിലി ആരൊക്കെയുണ്ട് വന്നിരിക്കുന്നത്? ഉമ്മയുണ്ട്, കുട്ടികളുണ്ട്. ഓക്കെ, ഏതായാലും ഒരുപാട് സന്തോഷം. നമുക്ക് അടുത്തയാളെ പരിചയപ്പെടാം. എന്താണ് പേര്? എന്താണ്? ഫിദ. എന്ത് ചെയ്യുന്നു? പ്ലസ് ടു സ്റ്റുഡന്റ് ആണ്. ഏതാണ്? സയൻസ് ആണോ കൊമേഴ്സ് ആണോ? കൊമേഴ്സ് ആണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ജോയിന്റ് ഫാമിലിയാണ്. ഉപ്പയൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ടുണ്ടോ? ഉമ്മയുണ്ട്. ഓക്കെ, ഫാമിലി എല്ലാവരും ഉണ്ട്. അടുത്തയാള് മുഫ്സീന. എന്ത് ചെയ്യുന്നു? ഞാൻ CS സ്റ്റുഡന്റ് ആണ്. ഉടനെ സി കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഇല്ല, ഞാൻ അതിന്റെ എൻട്രൻസ് എഴുതുന്നു. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി മാറട്ടെ. ഒരുപാട് സന്തോഷം. സംഗീതത്തിൽ താല്പര്യമുള്ള കുട്ടിയാണല്ലേ? ഇല്ല, അങ്ങനെയില്ല. ഹസ്ബൻഡ് ഒരു സിംഗർ ആണ്. ഓക്കെ, ഹസ്ബൻഡ് ഉണ്ടോ? ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല, വന്നിട്ടില്ല. ഏതായാലും ഹസ്ബൻഡിന് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് നമുക്കൊരു പാട്ടങ്ങ് പാടാം. റെഡിയാണോ? ഓക്കെ, റെഡി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ എൻ പുണ്യമേ.
ഏതായാലും സന്തോഷമുണ്ട്. നമുക്ക് ഏതായാലും സി കേരളം സൂപ്പർ ബമ്പർ കളിക്കണം. സൂപ്പർ ബമ്പറിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് നിങ്ങൾക്കായി പറയുകയാണ്, കേട്ടുകൊള്ളാം. സൂപ്പർ ബമ്പറിൽ 6 റൗണ്ടുകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ആദ്യത്തെ റൗണ്ടിൽ 120 സെക്കൻഡാണ് സമയം. 1000 രൂപയാണ് വിജയിക്ക് സമ്മാനമായി കിട്ടുന്നത്. രണ്ടാമത്തെ റൗണ്ടിൽ 100 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 2000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാമത്തെ റൗണ്ടിൽ 80 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 3000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാമത്തെ റൗണ്ടിൽ 60 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 5000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാമത്തെ റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിയെ കാത്തിരിക്കുന്നത് 10000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാമത്തെ റൗണ്ട് 20 സെക്കൻഡാണ് സമയം. സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിയെ കാത്തിരിക്കുന്നത് സൂപ്പർ ബമ്പർ പ്രൈസായ 25000 രൂപയാണ്. മത്സരത്തിൽ നിന്ന് പുറത്തായാൽ 10000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യം ആൻസർ ചെയ്യുന്നവരാണ് സൂപ്പർ ബമ്പർ കളിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ നിങ്ങള്? ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. തെക്കേടത്ത് രാമൻകുട്ടി എന്ന പേര് ദിലീപിന്റെ ഏത് സിനിമയിലെ ക്യാരക്ടറിന്റെ പേരാണ്? കല്യാണരാമൻ. കല്യാണരാമൻ ശരിയാണ്. സ്വാഗതം ചെയ്യാം സി കേരളം സൂപ്പർ ബമ്പറിലേക്ക് മുഫ്സിനെ. ഓക്കെ, മുഫ്സിനെയാണ് കളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് സി കേരളം സൂപ്പർ ബമ്പർ. ഏതായാലും നല്ലൊരു സായാഹ്നമാണ് കേട്ടോ ഈ ബീച്ചിൽ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഡ്രൈവിംഗ് ബീച്ചാണ് ഇവിടെ. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരേണ്ടതാണ്. നല്ല രസമുള്ള, സാധാരണ ബീച്ചുകളിലൊക്കെ പോയിട്ടുള്ളവർ ഈ ഒരു ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു അനുഭൂതി തന്നെയായിരിക്കും. മുഫ്സീന, എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്? അതോ ഞാൻ ഇവിടെ തന്നെയുള്ള ആളാണ്. അടുത്തുള്ള ആളാണ് അല്ലേ? ഹസ്ബൻഡ് ഏത് ട്രൂപ്പിലാണ് വർക്ക് ചെയ്യുന്നത്? അവര് സെയിൻ ഓർക്കസ്ട്ര. സെയിൻ ഓർക്കസ്ട്ര. മലയാളം സിംഗർ ആണോ? അല്ല, ഹിന്ദി. ഹിന്ദിയാണല്ലേ? ഹിന്ദി പാട്ട് പാടുവോ? ഹിന്ദി പാട്ട് പാടൂല. ഇല്ല. ഓക്കെ, എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും നമുക്ക് കളി തുടങ്ങാം. സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമാണ്. ഉറപ്പുള്ള 1000 രൂപയുടെ സമ്മാനമാണ് ഈ ഗെയിമിൽ വിജയിക്കുകയാണെങ്കിൽ. നമുക്ക് നോക്കാം ഏത് ഗെയിമാണ് കാത്തിരിക്കുന്നതെന്ന് നോക്കാം. വന്നോളൂ. ഈ ഗെയിം ഏതാണെന്ന് നിങ്ങൾക്കും ഇവർക്കും പ്രേക്ഷകർക്കും അറിയാൻ താല്പര്യമുണ്ട് ഇല്ലേ? ഉണ്ട്. അതിനു മുന്നേ നമുക്ക് ഒരു നല്ല പെർഫോമൻസ് കൂടെ കണ്ടിട്ട് തിരിച്ചു വരാം. तेरे पहचान दिया अब मैं जान दिया हर कोई उत्ते मरना तेरा एतबार नहीं करना बेकार नहीं क्यों मेरा पीछा करना
मेरा boyfriend मैं तेरी girlfriend अपना करूंगी ना 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 तुझे जब मेरे गल पकड़ना है अपना करूंगी ना ना മുക്സി ഗംഭീര പെർഫോമൻസ് അല്ലായിരുന്നോ? അതെ അതെ അതെ. അടിപൊളിയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. ഇവിടുത്തെ കുട്ടികളാണോ ഇത്? ഇവിടെ അടുത്തുള്ള കുട്ടികളൊക്കെ ആണെന്ന് തോന്നുന്നു. ഏതായാലും മുപ്സിക്കുള്ള പണി 8ന്റെ പണി ഇവിടെ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഈ ഗെയിമിന്റെ പേരാണ് കൈകൂപ്പിച്ചാട്ടം. അപ്പോ ഗെയിമിലേക്ക് പോകാം അല്ലേ മുപ്സി? ഇതെന്തു പറ്റി കയ്യ്? മുപ്സിയുടെ കൈ ഉണ്ടോ നിങ്ങള്? മുപ്സിയുടെ കൈ ഞങ്ങൾ ഇത് കൂട്ടിക്കെട്ടി വെച്ചിരിക്കുക, പ്ലാസ്റ്റർ ഇട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഗെയിം മാസ്റ്റർ. ഇത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കൈകൂപ്പിച്ചാട്ടം എന്നാണ് ഗെയിമിന്റെ പേര്. ഗെയിം എന്താണെന്ന് പറയാം. ഇവിടെ കയറി നിൽക്കുക, എന്നിട്ട് ഈ കളത്തിൽ വരിക, എന്നിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ ആദ്യത്തെ ഈ റിങ് എടുക്കുക, നമ്മുടെ ബോഡിയിൽ ആ റിങ് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കുക, അടുത്തതും എടുക്കുക, അടുത്തതും എടുക്കുക, അങ്ങനെ എല്ലാ റിങ്ങും എടുത്തതിന് ശേഷം അതെല്ലാം കൊണ്ടുവന്ന് ഇവിടെ കയറി സ്റ്റഡി ആയിട്ട് നിൽക്കുക. 120 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഈ ഗെയിം തീർക്കുകയാണെങ്കിൽ ഉറപ്പുള്ള ആദ്യത്തെ സമ്മാനമായ 1000 രൂപയാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ റെഡിയല്ലേ? റെഡിയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. കൈ കൂപ്പി ചാട്ടം. റെഡി, ഗെയിം സ്റ്റാർട്ട്. അടി പിടിച്ചോ. ആ റെഡി. രണ്ടാമത്തെ എടുത്തു, മൂന്നാമത്തെ എടുത്തു, ഒരു രക്ഷയില്ല. നാലാമത്തെ എടുത്തു, ആ അടുത്തത് എടുത്തു. ഓക്കെ, അടുത്തത് എടുത്തു. ആഞ്ഞു പിടിക്കാണ്. ആ പോയി. 40 സെക്കൻഡ് കഴിഞ്ഞു. അതെ, മുപ്സി ആഞ്ഞു പിടിച്ചോണ്ടിരിക്കുകയാണ്. മുപ്സി മുപ്സി റെഡി. Ready, ready. Yes, yes. തീർച്ചയായിട്ടും മുപ്സി ജയിച്ചിരിക്കുകയാണ്. 1000 രൂപയുടെ സമ്മാനമാണ് മുപ്സിക്ക് കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം. ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ സമ്മാനം 1000 രൂപ. അപ്പോൾ സി കേരളം സൂപ്പർ ബമ്പറിൽ ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ വിജയിയാണ് ഈ നിൽക്കുന്നത്. ഏതായാലും 1000 രൂപ നമുക്ക് കൊടുക്കണം. 1000 രൂപ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഈ കയ്യിലെ കെട്ടൊക്കെ ഞങ്ങൾ അഴിച്ചിട്ട് വരട്ടെ. അതുവരെ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ. അപ്പോ 1000 രൂപ ഞാൻ തരണം അല്ലേ? തീർച്ചയായിട്ടും 1000 രൂപയാണ് ആദ്യത്തെ ഗെയിമിലെ ആദ്യത്തെ സമ്മാനം. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു കൈയടി. സി കേരളം സൂപ്പർ ബമ്പറിലെ ആദ്യത്തെ സമ്മാനം, ആദ്യത്തെ വിജയി 1000 രൂപ. എങ്ങനെയുണ്ടായിരുന്നു സി? അടിപൊളിയായിരുന്നു. 1000 രൂപ കിട്ടി. 1000 രൂപയ്ക്ക് എന്ത് ചെയ്യും? ഹസ്ബൻഡിനെ ചെലവ് ചെയ്യോ? എന്താണ്? അല്ല, എന്റെ ബ്രദറിനും സിസ്റ്ററിനും കൊടുക്കണം. അവർ ഇങ്ങനെ ക്ഷമയോടെ കാത്തിരിക്കുന്നില്ല. അവര് ക്ഷമയോടെ അവിടെ കാത്തു നിൽപ്പുണ്ട്. അതാണ്. ഏതായാലും 1000 കൊണ്ട് തൃപ്തിപ്പെടണ്ട. നമുക്ക് 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം അല്ലേ? 2000 രൂപയുടെ ഗെയിം എന്ന് പറയുന്നത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്. അപ്പോൾ 3000 രൂപയുടെ ഗെയിമിലും ജയിച്ചാൽ മാത്രമേ 3000 രൂപ കിട്ടത്തുള്ളൂ. 2000 രൂപയുടെ ഗെയിമിൽ തോറ്റാൽ എന്ത് പറ്റും? 1000 രൂപ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഏതായാലും നമുക്ക് 2000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം. ഏത് ഗെയിമാണ് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിയോളൂ. രൂപയുടെ ഗെയിമാണ് കാത്തിരിക്കുന്ന ഗെയിം. ഗെയിമിന്റെ പേരാണ് മുട്ട സർക്കസ്. യെസ്, അപ്പോ മുപ്സിയാണ് അടുത്ത ഗെയിമിലേക്ക് പോകുന്നത്, കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗെയിമിന്റെ പേരെന്നാണ് മുട്ട സർക്കസ്. ഇത് കുറെ പൊന്മുട്ടകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പൊന്മുട്ടകൾ എന്താണ് ചെയ്യേണ്ടത്? കൈ എടുക്കുക, 2 കൈയും തലയ്ക്ക് പുറകിൽ കെട്ടുക. എന്നിട്ട് മുട്ട എടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയോ? നമ്മുടെ മുട്ട മുട്ടുകൊണ്ട് എടുക്കണം. മുട്ടുകൊണ്ട് എടുത്തിട്ട് ഓരോ കുപ്പിയുടെ മുകളിലായിട്ട് കൊണ്ടുപോയി വെക്കണം. സമയം 100 സെക്കൻഡാണ്. 6 കുപ്പികളാണ് മുപ്സിക്ക് വേണ്ടി ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിൽ ജയിക്കുകയാണെങ്കിൽ 2000 രൂപയുടെ ഗെയിമാണ്, അതായത് 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രിയാണ്.
അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 100 സെക്കൻഡ് ആണ് സമയം. കൈ രണ്ടും തലയുടെ പുറയിൽ കെട്ടുക, കൈ മുട്ടുകൊണ്ട് മുട്ടയെടുക്കുക, കുപ്പിയുടെ മുകളിൽ വെക്കുക. 100 സെക്കൻഡ് ആണ് സമയം. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഗെയിം സ്റ്റാർട്ട്. അതിവിദഗ്ധമായി, അതിവിക്രമനവും അതിഗംഭീരവുമായി കിടിലോത്കടലമായിട്ടാണ് മത്സരിക്കുന്നത്. 1, എന്റെ ദൈവമേ, 10 സെക്കൻഡ് കഴിഞ്ഞു. അതെ, വെരി ഗുഡ്. 2, 3, 4, 30 സെക്കൻഡ്. 5, 6, വെരി ഗുഡ്, സൂപ്പർ ആയിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ. എന്തായാലും നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ റെഡിയല്ലേ? റെഡിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം. അതിനു മുമ്പേ നമുക്കൊരു നല്ല പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വന്നാലോ? ഓക്കെ ആണോ? എന്തായാലും 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാം. അതിനു മുമ്പ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു मेरा नसीब है जो मेरे याद में हंस के यार से देखो दिल दीवाना मेरा नाम रख दिया, मेरा नाम रख दिया, नाम रख दिया, मेरा नाम रख दिया। तूने पहली नजर में सनम मेरे दिल को चुराया, और तूने पहली नजर में सनम मेरे दिल को चुराया, है दुनिया से पर जिंदगी में कभी अपना होंगे जुदा, इसी दीवाने जाने जाना दीवाना मेरा नाम रख दिया,
दीवाना मेरा नाम मेरा नसीब है जो मेरे आलम में हंस के यार से बेकदरी दीवाना तेरा नाम रख दिया मेरा नाम रख दिया नाम रख दिया मेरा नाम रख दिया എന്ത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, കൊള്ളായിരുന്നല്ലേ? നല്ലൊരു കയ്യടി. എന്തായാലും മുക്സി, നമ്മളിനി 3000 രൂപയുടെ ഗെയിമിലേക്കാണ് പോണത്. ശരിക്കും നന്നായിട്ട് പെർഫോം ചെയ്തു മുക്സി. ഏതായാലും അടുത്ത ഗെയിമിലേക്ക് പോകാൻ റെഡിയല്ലേ? റെഡിയാണ്. മുപ്സിക്ക് വേണ്ടി അടുത്ത ഗെയിം ഏതാണ് കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം. മുപ്സി എടുത്തോളൂ. മുപ്സിക്ക് വേണ്ടിയുള്ള അടുത്ത ഗെയിമിന്റെ പേരാണ് ചന്നം ഭിന്നം. ചന്നം ഭിന്നം. കളി ജയിച്ചാൽ എത്ര രൂപയാണ് കിട്ടുന്നത്? 3000 രൂപയാണ് കിട്ടുന്നത്. ഗെയിം ഇതാണ്. ഇവിടുന്ന് ഓരോ ബോൾ എടുത്തിട്ട് പിച്ച് ചെയ്ത് ഓരോ ഗ്ലാസ്സിലിടുക. ഓരോ ഗ്ലാസ്സിൽ ഒരെണ്ണം വീതം ഇട്ടാൽ പോരാ, 2 ബോൾ വീതമാണ് ഇടേണ്ടത്. ഗെയിമിന്റെ സമയം 80 സെക്കൻഡ് ആണ്. 2 ബോൾ വീതം ഓരോ ഗ്ലാസ്സിലിടുക. സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്. പ്ലാൻ ചെയ്ത് ചെയ്യുക. സമയം നമുക്ക് തീരെ കുറവാണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. 3000 രൂപയ്ക്ക് വേണ്ടിയുള്ള ഗെയിം. എറിഞ്ഞ് വെളിയിൽ കളയാനല്ല പറഞ്ഞ്, എറിഞ്ഞ് ഗ്ലാസ്സിലിടുക. ശ്രദ്ധിച്ച് ചെയ്യുമ്പോളെ, ശ്രദ്ധിച്ച്, വളരെ ശ്രദ്ധിച്ച് ചെയ്യ്. എവിടെ എറിഞ്ഞാലാണ് ഗ്ലാസിന്റെ അടുത്ത് നോക്കുക. ഓ, 80 സെക്കൻഡ് മാത്രമേ ഉള്ളൂ സമയം. 20 സെക്കൻഡ് കഴിഞ്ഞു. 20 സെക്കൻഡ് കഴിഞ്ഞു. യെസ്, ശ്രദ്ധിച്ച് ചെയ്യുന്നില്ല. മുപ്സി ശ്രദ്ധിച്ച് ചെയ്യുന്നില്ല. വളരെ ശ്രദ്ധിച്ച്, സ്പീഡ് കുറച്ച് പതുക്കെ ചെയ്യ. ഓ മുപ്സി, സമയമില്ല. ടൈം. യെസ്, 40 സെക്കൻഡ് ആയി. കൗണ്ട് ഔട്ട് തുടങ്ങുകയാണ്. 10 9 8 7 6 5 4 3 2 1 0. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് മുപ്സിയെ ഗെയിമിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. മുപ്സി, ഒരെണ്ണമെങ്കിലും വിടാമായിരുന്നു കേട്ടോ മുപ്സി. അന്ന് ടെൻഷനും കൂടെ ആയിപ്പോയി അല്ലേ? അതാണ്, സാരമില്ല. ഏതായാലും പ്രേക്ഷകരിൽ നിന്ന് ആരാണത് കളിക്കാൻ ധൈര്യമുള്ളവര്? വരൂ. ഏതായാലും മുപ്സി, സന്തോഷം, താങ്ക് യു. എന്താണ് നമ്മൾ വന്നത് എന്ന് മുട്ടിയിരുന്നല്ലേ? ഓക്കെ. എന്താണ് പേരെന്നോട് പറയൂ. സുധീഷ്. ഓക്കെ, നമുക്ക് ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കാം. കുഴപ്പമില്ലല്ലോ അല്ലേ? ഹാപ്പിയാണോ? ഓക്കെ. കല്യാണം കഴിഞ്ഞോ? ഇല്ല. കല്യാണം കഴിഞ്ഞില്ല. കഴിക്കുന്നുണ്ടോ? കിട്ടുന്നില്ല. എന്താണ് അത്? ശരിക്കും എന്താണ് കാരണം? എന്താണ്? അല്ല, നമ്മളെ പോലെ പണിയെടുക്കുന്നവർക്കൊന്നും കിട്ടൂല. പണിയെടുക്കുന്നവർക്ക് എന്താ പെൺപിള്ളേരെ കിട്ടാത്തത്? അതറിയില്ല. പണിയെടുക്കുന്ന ആമ്പിള്ളേരെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലേ? ജോലി ചെയ്ത് ജീവിക്കുന്നവരെ അല്ല. പെണ്ണുങ്ങളെന്ന് പറഞ്ഞു ശരിയല്ലേ? അമ്മമാരെന്ന് പറഞ്ഞു ശരിയല്ലേ? അതെ. അല്ല, അത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായ? അത് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും? സർക്കാർ ഏറ്റെടുത്ത ഇങ്ങനത്തെ തൊഴിൽ അതാണ്. തീർച്ചയായിട്ടും സർക്കാരിനോടുള്ള ഒരു അപേക്ഷയാണ്. ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നില്ലേ, പണിയെടുത്ത് ജീവിക്കുന്നവർ, അവരുടെ കാര്യം ഇവർ കണ്ടില്ലെന്നടിക്കുകയാണ്. എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഓക്കെ. ഇവിടെ എല്ലാ ഗ്ലാസും നിറയ്ക്കേണ്ട, ഒരു 2 നിറച്ചാൽ മതി. പറ്റില്ലേ? അപ്പോൾ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. ചന്നം ഭിന്നം. റെഡിയല്ലേ? ഓക്കെ, വിട്ടോളൂ. ഗെയിം സ്റ്റാർട്ട്. യെസ്. ഒരുപാട് പേര് ഇത് കണ്ടോണ്ടിരിപ്പുണ്ട്. പ്രശ്നമല്ല, ഇതൊന്നും വിഷയമില്ല. ഗെയിമാണ്.
ലൈഫ് കണ്ടിട്ടില്ലേ ഇവരല്ലേ? ആ, ആഞ്ഞു പിടിച്ചോ. യെസ് യെസ്, ഒന്ന് പ്ലാൻ ചെയ്ത് വർക്കൗട്ട് ചെയ്യൂ. യെസ്, ഒരെണ്ണമെങ്കിലും സുധീഷേ. യെസ്, 10 9 8 7 6 5 4 3 2 1 0. ഓക്കെ സുധീഷേ, അത് കൊള്ളായിരുന്നു സുധീഷേ. സുധീഷിനോട് ഞാൻ ഒരു കാര്യം ചോദിച്ചു. സുധീഷിന് എന്തായാലും മൈക്കില്ലായിരുന്നേ. സുധീഷിനോട് ഞാൻ ചോദിച്ചു, സുധീഷേ ഭാഗ്യം അടുത്ത് വരുന്നുണ്ടെന്ന്. എന്നാൽ സുധീഷ് പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ ഞാൻ മരം മുറിക്കാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഞാൻ മരം മുറിക്കാൻ പോകുന്നു. ഏതായാലും പുള്ളിയുടെയും മറുപടിയും ആ നിഷ്കളങ്കതയൊക്കെയാണ് ഈ നാടിൻ്റെ തന്നെ ഒരു പ്രത്യേകതയായിരിക്കും അല്ലേ. നിഷ്കളങ്കമായി സംസാരിച്ച് പഠിക്കുക. ഒരാളോട് നമ്മൾ എന്ത് കാണാലും ഒരാളോടുത്ത് മാസ്ക് ഇടാതിരിക്കുക. നമ്മളെ എങ്ങനെയാണെങ്കിലും ജനം തിരിച്ചറിയും. നമ്മൾ എത്രമാത്രം മുഖം മൂടി ഇട്ടാലും അല്ലേ. ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു സ്വഭാവം നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് നല്ലൊരു കയ്യടി സുധീഷിനെ വന്നപ്പോൾ തൊട്ട് ഞാൻ പരിചയപ്പെട്ടാണ്. നമ്മൾ ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യും. അതിലൊരാൾ തന്നെയാണ് സുധീഷ്. ഒരുപാട് നന്മകൾ, കല്യാണം നടക്കട്ടെ, നല്ല കുടുംബം ഉണ്ടാവട്ടെ, നല്ല ഫാമിലി ഉണ്ടാവട്ടെ, മിടുക്കിയായ ഒരു കുട്ടിയെ കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി നമുക്ക് ആരുമില്ല, ഒഴിഞ്ഞ രാജകൊട്ടാരം പോലെ ആയിപ്പോയി. പക്ഷേ അടുത്ത ഗെയിമിലേക്ക് പോകാനായിട്ട് 4 കണ്ടസ്റ്റന്റ് കൂടെ നമുക്ക് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. സ്വാഗതം ചെയ്യാം ആ 4 പേരെ. അപ്പോൾ ആ 4 പേര് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. പഴയതുപോലെ തന്നെ എന്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ്. ഉത്തരം അറിയാവുന്നവർ ആദ്യം കൈപൊക്കണം, ആദ്യം ഉത്തരം പറയണം. ബസറില്ല നമുക്കിവിടെ അമർത്താനായിട്ട്, നിങ്ങളുടെ തൊണ്ട മാത്രമേ ഉള്ളൂ. റെഡി? ചോദിക്കുകയാണ് ചോദ്യം. വെട്രി സിനിമയിലൂടെ ബാലതാരമായി വന്ന് തമിഴ് സിനിമയുടെ സൂപ്പർ സ്റ്റാറായും വെട്രി സിനിമയിലൂടെ ബാലതാരമായി വന്ന് തമിഴകത്തെ സൂപ്പർ സ്റ്റാർ ആയി മാറിയ നടൻ ആരാണ്? വിജയ്. തീർച്ചയായിട്ടും സംശയമില്ലാത്ത ഉത്തരമായിരുന്നു. ഷർഫിലേക്ക് സ്വാഗതം സി കേരളം സൂപ്പർ മെമ്പറിലേക്ക്. ഷർഫി, എന്തുണ്ട് ഷർഫി വിശേഷം? സുഖം. ഓക്കെ, എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം അല്ലേ? ഓക്കെ, ഷുവർ. ഓക്കെ അല്ലേ? അപ്പോ എടുത്തോളൂ, ആദ്യത്തെ ഗെയിം ഏതാണെന്ന് നോക്കാം. ഷെർഫിക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്ന ആദ്യത്തെ ഗെയിം 1000 രൂപയുടെ ഗെയിമാണ്. ഗെയിമിന്റെ പേരാണ്, പറയട്ടെ? പറഞ്ഞോളൂ. പറയാം. അതിനു മുമ്പ് എ ഷോർട്ട് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ മെമ്പർ. ഗെയിമിന്റെ പേരാണ് പറയാൻ പോകുന്നത്. ഷെർഫിക്കുള്ള ഗെയിമാണ് ഐസ് ഏജ്. 6 കുപ്പിയുടെ മുകളിൽ 6 ഐസ് വെച്ചിട്ടുണ്ട്. കോണൈസിന്റെ മുകളിൽ, എല്ലാത്തിന്റെ മുകളിൽ ഓരോ ചെറിപ്പഴം വെച്ചിട്ടുണ്ട്. 120 സെക്കൻഡിനുള്ളിൽ ഓരോ ചെറിപ്പഴവും എടുക്കണം. ബോട്ടിൽ ടച്ച് ചെയ്യാൻ പറ്റിയല്ല, കൈയും ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ കണ്ണ് മൂടി കെട്ടിയിരിക്കുന്നുണ്ടാവും. ഓക്കെ ആണോ? ഡിസ്റ്റൻസ് നോക്കാം. ശ്രമം നടത്താം. ഐസ്ക്രീം ഇഷ്ടമാണോ? വലിയ ഇഷ്ടമല്ല. പക്ഷെ അതുകൊണ്ടാണ് ഞങ്ങൾ മുകളിൽ ചെറുപ്പഴം വെച്ചിരിക്കുന്നത്. ചെറുപ്പഴം മാത്രം എടുത്താൽ മതി. നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ ഷെർഫിയുടെ കണ്ണ് ഞാൻ മൂടിക്കെട്ടിയിട്ടുണ്ട്. മൊയലാണോ പൂച്ചയാണോ? മൊയലാണെന്ന് തോന്നുന്നല്ലേ? ഷെർഫി, ഗെയിം മനസ്സിലായല്ലോ? മനസ്സിലായി. ഗെയിം എന്താണ്? അവിടെ തന്നെ ഉണ്ടല്ലോ. ആര്? ഐസ്ക്രീമോ ഉണ്ട്, അതിന് മുകളിലിരിക്കും ചെറിപ്പഴം ഉണ്ട്. ഷെർഫി ഓക്കെ അല്ലേ? ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കൈ പുറകിൽ കെട്ടുക. ഷെർഫി, ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ കറങ്ങിക്കോളൂ. ഞാൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് കറങ്ങിക്കോളൂ. ഒന്നുകൂടെ കറങ്ങിക്കോളൂ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗെയിം സ്റ്റാർട്ട്. കൈ പുറകിൽ കെട്ട്. ആഞ്ഞു പിടിച്ചോ. യെസ്. വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ കേരളത്തിന്റെ പുള്ളേ പറഞ്ഞു കൊടുക്ക. ഷർഫി
ഷർഫി ഷർഫി ഷർഫി യെസ് 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 20 സെക്കൻഡ് കഴിഞ്ഞു യെസ് യെസ് വെരി ഗുഡ് കൈ പിടിക്കരുത് ഷർഫി 1 മിനിറ്റ് കഴിഞ്ഞു യെസ് യെസ് റൈറ്റ് ഷർഫി ആസ്വദിച്ച് കഴിക്കുകയാണ് ഐസ്ക്രീം ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോകരുത് അങ്ങോട്ട് തീർന്നു അങ്ങോട്ടല്ല അല്ല ആ യെസ് യെസ് ഐസ്ക്രീം യെസ് അടുത്തത് യെസ് തീർച്ചയായിട്ടും ജയിച്ചിരിക്കുകയാണ് 120 സെക്കൻഡിനുള്ളിൽ എണ്ണം ഒരെണ്ണം അലിഞ്ഞു പോയി സാരമില്ല ഇനി ജയിക്കാമോ തീർച്ചയായിട്ടും ഷർഫി ആദ്യത്തെ ഗെയിമിൽ ഉറപ്പുള്ള സമ്മാനം 1000 രൂപ എന്താണ് ഷർഫി ഇതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ളത് പിടിച്ചോളൂ ഐസ്ക്രീം പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് ചെറിപ്പഴോ സ്ട്രോബെറി എനിക്കിഷ്ടം സ്ട്രോബെറി അല്ല അത് ചെറി ഇഷ്ടമാണ് അതുകൊണ്ട് ചെറി എല്ലാം കഴിച്ചു പറ്റി എന്തായാലും ഒരുപാട് സന്തോഷം 1000 രൂപയുടെ ഉറപ്പുള്ള സമ്മാനമാണ് ഷർഫിക്കുള്ളത് ഷർഫി ഇതൊന്നും നമുക്ക് ആഘോഷിച്ചാലോ ആഘോഷിക്കാം ഇതൊന്നും ആഘോഷമാക്കി ഞങ്ങൾ മാറ്റുകയാണ് കണ്ടോളൂ സൂപ്പർ ഗംഭീരമായിട്ടുണ്ട് ഓക്കെ അപ്പോ 2000 രൂപയുടെ ഗെയിമാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് 3000 രൂപയുടെ ഗെയിമിന്റെ എൻട്രി ആണ് 2000 രൂപയുടെ ഗെയിം അതിൽ കളിച്ച് ജയിച്ചാൽ മാത്രമേ 3000 രൂപയുടെ ഗെയിമിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ ശരിയല്ലേ അപ്പൊ തുടങ്ങാം ഏത് ഗെയിമാണ് ഷർഫിയെ കാത്തിരിക്കുന്നത് നമുക്ക് നോക്കാം എടുത്തോളൂ എന്തായാലും ഗെയിമിലേക്ക് പോകാം അതിനു മുന്നേ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കണ്ടിട്ട് തിരിച്ചു വരാം
ഷർഫി എങ്ങനെയുണ്ടായിരുന്നു കുട്ടിയുടെ പാട്ട്? സൂപ്പർ ആയിരുന്നു. സൂപ്പർ ആയിട്ട് പാടി. കാരണം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാവരും നല്ല കലാകാരന്മാർ തന്നെ. മുമ്പ് ഒരു പാട്ട് കേട്ടില്ലേ? എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോകാം അല്ലേ? ഓക്കെ. അടുത്ത ഗെയിം ഞാൻ വായിച്ചിട്ടില്ല. ഗെയിമിന്റെ പേരാണ് ചോപ്പ് സ്റ്റിക്ക്. നമുക്ക് ഗെയിമിലേക്ക് പോവാം. എന്താണ് ചോപ്പ് സ്റ്റിക്ക് എന്ന് പറയാം. ഇവിടെ 2 സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. ഒരു കൈ കൊണ്ടെടുത്ത് ഈ ബോള് എടുക്കുക. ചൈനീസുകാർ ഫുഡ് കഴിക്കുന്നുണ്ടല്ലേ, കണ്ടിട്ടുണ്ട്. അതുപോലെ ഇത് എടുക്കുക, ഇത് കൊണ്ടുപോയി ഇതിന്റെ മുകളിൽ വെക്കുക. അങ്ങനെ 25 ബോളാണ് ഷർഫി വെക്കേണ്ടത്. 25 ബോളാണ് വെക്കേണ്ടത്. റെഡി അല്ലേ? റെഡി. ട്രൈ ചെയ്യാം. ഏതായാലും എത്ര രൂപയുടെ ഗെയിമാണിത്? 2000. 3000 രൂപയുടെ ഗെയിമിലേക്കുള്ള എൻട്രി ആണിത്. ഓക്കെ, സമയം 100 സെക്കൻഡ് ആണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. തുടങ്ങിക്കോളൂ. യെസ്, 100 സെക്കൻഡേ സമയമുള്ളൂ. 10 സെക്കൻഡ് കഴിഞ്ഞു. ഷർഫി, ഓ വെരി ഗുഡ്. 1, ഒരു കൈ ഉപയോഗിക്കാവുള്ളൂ. ക്ലാപ്പ് ചെയ്യ്. 20 സെക്കൻഡ് കഴിഞ്ഞു. ഷർഫി, കൈയടിക്ക. 2, വെരി ഗുഡ്. കൈ വിറയ്ക്കുന്നുണ്ട് ഷർഫി. 3, ഷർഫി 3000 രൂപയുടെ ഗെയിമിലേക്കാണ് ഷർഫി പോകുന്നത്. 4, വെരി ഗുഡ്. ഷർഫിക്ക് സപ്പോർട്ടില്ലേ ഇവിടെ? യെസ്, ഷർഫി. 5 എണ്ണമായിരിക്കുകയാണ്. 40 സെക്കൻഡ് കഴിഞ്ഞു. ഇല്ല, അടുത്തെടുത്തോളൂ. കളയാ സൂക്ഷിച്ച് വെക്ക്. ഓക്കെ, 6 എണ്ണം. 60 സെക്കൻഡ്. 40 സെക്കൻഡ് ഉള്ളൂ. ഷർഫി, അഞ്ഞു പിടിക്ക. യെസ്, 30 സെക്കൻഡ്. ഓ ഷർഫി, ബാഡ് ലക്ക്. 20 സെക്കൻഡ്. കൗണ്ട് ഡൗൺ ഏകദേശം തുടങ്ങേണ്ട സമയമായി. 11, 11 എണ്ണം. 12, 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. ഷർഫി എണ്ണിക്കോളൂ. എന്നാലും എണ്ണ ഷർഫി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 എണ്ണം. 15 എണ്ണം. 2 എണ്ണം താഴെ പോയല്ലേ? അതെ. അതുകൂടെ റെഡിയാക്കായിരുന്നു. 15, 16, 17 എണ്ണം എടുക്കാമായിരുന്നു. എന്തായാലും ചെറിയൊരു ബാലൻസിംഗിന്റെ പ്രശ്നമാണ്. എന്നാലും ഷർഫി അത്രയും വെച്ചത് വലിയൊരു കാര്യമല്ലേ? ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതെ, അതും വലിയൊരു കാര്യമുണ്ട്. ഇനിയിപ്പോ ചൈനയിലൊക്കെ പോവാ ഹസ്ബൻഡ് കൂടെ അല്ലേ? എന്തായാലും കുഴപ്പമില്ല. ഇതിന് സ്റ്റിക്ക് ഉപയോഗിച്ച് ഫുഡ് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഇന്ന് നീ പരീക്ഷിക്കാതല്ലേ? എല്ലാ ആവശ്യവും വരും. എന്തായാലും ഷർഫി മനോഹരമായിട്ട് പെർഫോം ചെയ്തു, നന്നായിട്ട് ഡാൻസ് ചെയ്തു. അത് നല്ലൊരു കണ്ടസ്റ്റന്റിനെയാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ ഷർഫി. ഓക്കെ, ഏതായാലും ഷർഫാനെയാണ് കളിച്ച് വെളിയിൽ പോയത്. സി കേരളം സൂപ്പർ ബമ്പറിന്റെ സമയം ഏകദേശം ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പൊടിപാറിയ പൊടിപൂരമായി ഒരുപക്ഷെ നിങ്ങളുടെ നാട്ടിലോ നഗരത്തിലോ ഞങ്ങൾ ഉണ്ടാവും. അതുവരേക്കും സി കേരളം സൂപ്പർ ബമ്പറിൽ നിന്ന് വിട പറയുന്നു. നിങ്ങളുടെ സ്വന്തം സൂരജ് പാലക്കാരൻ.